സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്തയുമായി ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു. ശനിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. മെയ് മാസത്തെ പെൻഷനോടൊപ്പം 1 ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നു. 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 3200 രൂപ വീതം ലഭിക്കും. 5 ഗഡുക്കളാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി ഉണ്ടായിരുന്നത്. അതിൽ 2 ഗഡു മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് 1600 രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു. വാർദ്ധക്യ, വികലാംഗ, വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്കു മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത്. ഇത് കുടിശ്ശികയാണ്. 2023 നവംബർ മുതൽ 419 കോടി രൂപ കേന്ദ്ര വിഹിതം സംസ്ഥാനം മുൻകൂറായി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നൽകിയത് കേന്ദ്ര സർക്കാർ തിരികെ നൽകാതെ കുടിശ്ശികയായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. ഇതിനാവശ്യമായ പണത്തിന്റെ 98% സംസ്ഥാനമാണ് കണ്ടെത്തുന്നത്.